നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മുത്തശ്ശി, വ്യക്തമായ കാര്യങ്ങൾ അറിയാതെ എന്നെ കുറ്റപ്പെടുത്തരുത്. എന്താണ് നിനക്ക് ഇത്രയും വ്യക്തമായ കാര്യങ്ങൾ? ജയേട്ടൻ നിന്റെ വല്യമ്മാവനോ അമ്മായി അച്ഛനോ ആണെന്നുള്ള കാര്യം നീ വിട്ടുകളെ. ജയേട്ടൻ ഇങ്ങനൊരു ദുഷ്ടത്തരം ചെയ്യുന്ന അങ്ങേറ്റ ശത്രുവായ ഇന്ദ്രജ പോലും പറയില്ല. പോലീസുകാരല്ലേ, വിശ്വസിക്കാൻ പറ്റില്ല ചില പോലീസുകാരെ. ഇനി ഇന്ദ്രജമ്മായി പറഞ്ഞിട്ട് മരുമകൻ ചെയ്താണോന്ന് ആർക്കറിയാം? മീനാക്ഷി, ഇന്നിവിടെ അടി പൊട്ടും. ഒരടിയും പൊട്ടില്ല. ഇവനൊരു മണ്ണുണിയാ. ഭാര്യ തുറിച്ചു നോക്കിയാ വിറയ്ക്കും. ഞാൻ സംശയിച്ചത് സത്യം തന്നെയാ. എന്ത് തെളിവുണ്ടായിട്ടാ എന്റെ അച്ഛനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തത്? അവൻ ആദർശധീരനായ ഒരു ആന്റി കറപ്ഷൻ ACP തെറ്റ് കണ്ട ക്ഷമിക്കില്ല. കുറ്റക്കാരാണെന്ന് കണ്ടാൽ ആരും കയറി അങ്ങ് അറസ്റ്റ് ചെയ്യും. പിന്നൊരു ഗുണമുണ്ട്, ചെമ്പകമംഗലത്തുള്ളവരെ മാത്രമേ ഈ മഹാൻ അറസ്റ്റ് ചെയ്യൂ. എല്ലാവരും കൂടി എത്ര വേണമെങ്കിലും എന്നെ ഹറാസ് ചെയ്തോ. ഈ കൊലപാതകത്തിൽ വല്യമ്മാവനെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതാ ഞാൻ അറസ്റ്റ് ചെയ്തത്. നീ ജേട്ടൻ ഇനി വല്യമ്മാവനൊന്നും വിളിക്കണ്ട. അത് നിനക്ക് അപമാനമായിരിക്കുമല്ലോ. വല്ല ക്രിമിനലിനോ പ്രതിനോ ഒക്കെ വിളിച്ചാ മതി. അല്ല, നിങ്ങൾക്ക് എന്റെ അച്ഛനെ സംശയം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതേത് കാര്യത്തിലാണെന്നും കൂടി പറഞ്ഞ കൊള്ളാം. അത് ആ മായമ്മയും വല്യമ്മാവനും തമ്മിലുള്ള ഇടപെടലിൽ എനിക്ക് സംശയം തോന്നി. ആ ഇടപെടൽ എന്താണെന്നാ മീനാക്ഷി ചോദിച്ചത്? അത് ഞങ്ങൾക്ക് അറിയണം. അത് പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും വിഷമം തോന്നരുത്. എന്ത് വിഷമം? എന്റെ മകനെ നിങ്ങൾ അഴിക്കകത്തിട്ട് പൂട്ടിയില്ലേ? അതിലപ്പുറം ഇനി എന്ത് വിഷമം തോന്നാനാടാ? ഞാൻ പറയാം. ഈ സംശയം ഇവിടെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞു. അതിനുള്ള മറുപടി അച്ഛൻ കൊടുത്തു. എടോ, മനോരോഗമുള്ള മാനസികാവസ്ഥയിൽ കാണുന്ന പലതും ഇത്തരം തെറ്റായ സംശയങ്ങളായിരിക്കും. ആ സംശയങ്ങൾ വെച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പെരുമാറരുത്. പോലീസിന്റെ നിർവചനം എന്താണെന്ന് നിനക്കറിയാമല്ലോ. പൊളൈറ്റ്, ഒബീഡിയൻ, ലോയൽ, ഇന്റലിജന്റ്, കറേജിയസ് ആൻഡ് എഫിഷ്യന്റ്. നീ സേനയിൽ ജോലി കിട്ടിയപ്പോ നീ ആദ്യം പഠിച്ചതായിരിക്കും. എപ്പോഴും മറക്കുന്നു അത് തന്നെ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്യുന്ന എന്റെ ഡ്യൂട്ടിയാ. എന്നെ ഏൽപ്പിക്കുന്ന കേസിലെ പ്രതി എന്റെ അച്ഛനാണെങ്കിലും അമ്മാവനാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശരിയായ ശിക്ഷ ഞാൻ വാങ്ങിക്കൊടുക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. നിൽക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.